ഗൈസ്, അരികൽ സബീസിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, എനിക്കറിയാം അതിൻ്റെ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടെന്ന് ദീപാവലിക്കാന്ന് തോന്നുന്നു, ദീപാവലിക്കാന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ഗ്രാഫിക് ഡിസൈൻ്റെ കോഴ്സാണ്, ഓൾമോസ്റ്റ് തീരാറായി, 2 ഇയർ കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ വീഡിയോ എടുക്കുകയും ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുകയും, അതുകൊണ്ട് ടൈം ഒട്ടും കിട്ടുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റ തുറന്നാൽ ഇപ്പോൾ 2-3-4 ആഴ്ചയായിട്ട് നമ്മുടെ സ്വന്തം മലയാളികൾ ഭക്തി മാർക്കറ്റിലേക്ക് പോകുന്നു എന്നൊക്കെ അറിയുന്നത് കേട്ടു. അപ്പം ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്, ഉള്ളതാണോ ശാന്തി? അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ഒരു കാര്യമായിട്ട് പറയാൻ വിട്ടുപോയി, ഞാനിങ്ങനത്തെ ഇൻസ്റ്റാ ട്രോൾ ചെയ്യുന്നത് എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ശരിയാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും, എങ്കിലും നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ. ആദ്യം ഇൻസ്റ്റാ പറഞ്ഞ എന്തുവായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് മാങ്ങ ഈ കൊച്ചിൻ്റെ അടുത്ത് നിന്നായിരുന്നു ഫസ്റ്റ് തുടങ്ങിയത്, പിന്നെ അങ്ങോട്ട് പിന്നെ ഉണ്ടായത് മൊത്തം ചരിത്രമാണ്. ഇത് തന്നെയാണ് സംഭവം. ഇത് തന്നെയാണ് ആ കൊച്ചിൻ്റെ അക്കൗണ്ട് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം എനിക്ക് തോന്നുന്നു മിനിമം ഒരു 3-4-5 വീഡിയോയ്ക്ക് വിടും. ഓരോ റീൽസിൻ്റെ വ്യൂസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മലയാളികളുടെ കഴിഞ്ഞാട്ടം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കമൻറ്റ് വായിക്കാം. ഓക്കെ. രാവിലെ തന്നെ 14 ജില്ലകളും ദർശനം സ്വീകരിക്കാൻ എത്തിയല്ലോ. കമൻറ്റ് ബോക്സിൽ 14 ജില്ലകളും ഉണ്ടല്ലോ. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത്ര ഒത്തൊരുമ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് നടക്കുന്നത്? എന്താണ് കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? ഈ കൊച്ചി ഇങ്ങനെ ഇത് എൻ്റെ ഏജാണോ? എൻ്റെ ഏജാന്ന് തോന്നുന്നു, എന്നെക്കാൾ ഇളയതാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഏജ് 20 ആണ്. അപ്പം എന്നെക്കാൾ ഇളയതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു നിഗമനം പറഞ്ഞാണ്. ഈ കൊച്ച് എനിക്ക് തോന്നുന്നു ഭക്തിഗാനം പല ഭക്തിഗാനം പാടുന്നുണ്ട്. പക്ഷെ കേൾക്കാൻ എന്തൊരു സുഖമല്ലേ, പ്രത്യേകിച്ചും മലയാളികൾക്ക് അല്ലേ. കയ്യിലേന്തും തമ്പൂരണ്ടി നല്ലച്ചന തിരുമുകൾ ചണ്ടു. നിങ്ങൾക്ക് ഈ പുള്ളി അറിയാമോ? ഈ പുള്ളിക്ക് ഇപ്പോഴും ജീവനുണ്ടോ? അത് ശരി, അതില്ലായിരുന്നോ? ഒരു ടൈമിൽ ഈ പുള്ളി ഒരു നല്ല രീതിയിൽ റോള് ചെയ്തിട്ട് പോയതാണ്. ഏതോ ഒരു യൂണിവേഴ്സിൽ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട്. പക്ഷേ സാധാരണ റീൽസ് ഓഡിയോകളേക്കാളും ചില വ്യത്യസ്തതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സാധാരണ റീൽസുകളൊക്കെ വരുമ്പോൾ, ഒരു പാട്ട് വരുമ്പോൾ ഓൺ വോയിസിൽ പാടുന്നൊരു കുറവായിരിക്കും അല്ലേ? സത്യം, ഓൺ വോയിസിൽ പാടുന്നൊരു കുറവായിരിക്കും. ബട്ട് ഈ പുള്ളി ചെയ്യുന്ന ഓൺ വോയിസിൽ എന്തൊക്കെ ടൈപ്പ് റീൽ, എന്തൊക്കെ ടൈപ്പ് കണ്ടൻറ്റ് പുതിയതായിട്ട് റീൽസിൽ ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങുന്നു, അതെല്ലാം ഓൺ വോയിസിൽ പാടും. അത് സാധാരണ പോലെ ആർക്കും പറ്റുന്നൊരു കാര്യമല്ല. അതിനൊരു എന്നാലും പൊക്കോ. ഭദ്രവടകം കൈലേന്തും തമ്പോരടി നല്ലച്ചന തിരുമമു ചിന്നുകാടി കളി തുടങ്ങി അങ്ങരങ്ങരി പരിവാള ഭദ്രവടകം കൈലേന്തും തമ്പോരടി നല്ലച്ചന തിരുമമു ചിന്നുകാടി കളി ശരണാഗത രാമണിയങ്കലിൻ തരുണാമൃത മധു ചൊലിയുഗമായേ. കൊച്ചു മലയാളിയല്ല, നോർത്ത് ഇന്ത്യക്കാരിയാണ്. ബട്ട് ആ കൊച്ചിൻ്റെ റീൽസ് എല്ലാം ട്രെൻഡിങ് ആയിരിക്കുന്ന ഇന്ത്യയിലാണ്, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. ആ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. ഇത് ശരിക്കും എന്താ, ഇൻസ്റ്റാഗ്രാമാണോ അത് അമ്പലപ്പുറമ്പാണോ? സംശയമുണ്ട്. ഇത് കേൾക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഒരു തവണ വീണ്ടും കേട്ടുകൊണ്ടിരിക്കും നമ്മളെ. നമ്മൾ കഴിക്കും എന്താ പോലെ നീ ഒരു ഭക്തിഗാനം തന്നെ വീണ്ടും കേൾക്കുന്നു. പറയുന്നത് ഞാൻ ഇനി കുറച്ച് നാൾ ഭക്തി മാർഗത്തിലേക്കൊന്ന് സഞ്ചരിച്ചാലെന്നൊന്ന് ആലോചിക്കട്ടെ എന്നാണ് ആ മോൻ പറയുന്നത്. ഇപ്പം എല്ലാ വീടും നടക്കുന്നത് 2-4 ആഴ്ചയായിട്ട് ഇപ്പം എല്ലാ വീടും നടക്കുന്നത് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. നമ്മുടെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും കുറേ എണ്ണം ഉണ്ടല്ലോ. ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ഇതൊക്കെയല്ലേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ടൈം പാസ് വേണ്ടേ അല്ലേ? പുതിയൊരു കൊച്ചു വ്യൂസ് കണ്ടാലേ അറിയാം. ഇത്ര അങ്ങോട്ട് പോരല്ലേ. ആനന്ദരാമ ആതങ്കരാ
കൂടുതൽ ആൾക്കാർ ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ലേഡീസ്. പക്ഷേ ഈ കൊച്ചും കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുനർജന്മം എവിടുന്നാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അതിനകത്ത് വേറൊരു സംഭവമുണ്ട്, വായിച്ചേപ്പിക്കുക. ഡാ കുട്ട മനുവേ, എന്തായാലും നീ ഇവിടെ വരുമെന്നറിയാം. അടുത്ത മാസമെങ്കിലും വാങ്ങിച്ച പൈസ തിരിച്ചു തരണം. ഇതൊരു അറിയിപ്പ് എന്തായാലും അറിയിപ്പ് ഇത് സ്വീകരിക്കണം. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. എന്തൊരു നല്ല കൊച്ച്, എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല തറവാട്ടി പറഞ്ഞ കൊച്ച്. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ഇതൊരുമാതിരി കാക്കത്തിട്ട് മുഖത്ത് വീണ മാതിരിയുണ്ട്. ചെറുക്കൻ ഈ ഇടയായിട്ട് ഇച്ചിരി പറ്റി കൂടുതല. ഇപ്പൊ എപ്പോഴും അമ്പലത്തിലാ. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതേ ജനവിമോചന കൃഷ്ണ ജന്മമോചന. ഇത് കണ്ടിട്ട് നാണമില്ലാത്ത എനിക്ക് വരെ നാണമാവുന്നു. ഒന്നും വേണ്ട, ഇതുപോലെ ഞായറാഴ്ച അമ്പലത്തിൽ പോയാലും മതി, അല്ല ആഴ്ച. കോഴിയാണെങ്കിലും നീ ഒരു പ്രസ്ഥാനമാടാ. ഭക്തിയാണല്ലോ. ജനവിമോചന കൃഷ്ണ ജന്മമോചന ചേടാ, ഈ ഒരു കൊച്ചു കാരണം എത്ര പേരാ ചെറുപ്പക്കാരൊക്കെ ഭക്തിമാർഗത്തിൽ പോകുന്നല്ലേ. പക്ഷെ ഇത് വളരെ കഷ്ടം കേട്ടോ. ഈ കഴുത്തേല് കെട്ടിത്തൂക്കിട്ടേക്കുന്ന എന്തുവാ, കഴുത്തേലെന്തോ പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്? ഏതോ ചാർജറിന്റെ വള്ളിയൊക്കെ ഇട്ട് ശിവനെ എന്തൊക്കെ കാണണ എന്തോ കൊള്ളാം. എന്തേ ഇതിന് വേൾഡ് ഇന്ത്യൻ ശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരുമോ? എനിക്കൊന്നും ഇപ്പൊ കൊറേ എണ്ണം ഇപ്പൊ പൂവും മൊത്തം വരച്ചിട്ട് ഇപ്പൊ ഇറങ്ങുന്നുണ്ട് കേട്ടോ. കൊച്ചിൻ്റെ റീലുണ്ട് എത്ര പേരാണ് കോപ്പി അടിച്ചതെന്ന്. നാണമില്ലേ നിങ്ങൾക്ക്? ഞാൻ ഉദ്ദേശിച്ച ആ കൊച്ചിൻ്റെ റീലുണ്ടുള്ള എല്ലാ എണ്ണം കോപ്പി അടിച്ച് ചെയ്യുമെന്നാണ്. നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ, പത്തരമാറ്റി മലയാളി പെൺകൊച്ച്. കൊച്ചു മലയാളിയല്ല, നോർത്ത് ഇന്ത്യക്കാരിയാണ്. ബട്ട് ആ കൊച്ചിൻ്റെ റീൽസ് എല്ലാം ട്രെൻഡിങ് ആയിരിക്കുന്ന ഇന്ത്യയിലാണ്, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. ആ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. രസമാണല്ലോ ഇതൊക്കെ, ഭക്തനെ കേൾക്കാൻ പ്രത്യേക ഫീലാട്ടോ. എൻ്റെ കൊച്ചുകാലത്തല്ല, എൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, പന്തളത്ത് താമസിക്കുന്നവർക്ക് അറിയായിരിക്കും, പാട്ടിലേക്ക് ദേവീക്ഷേത്രം ഉണ്ട്. പന്തളം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു 3 മിനിറ്റത്തെ, എനിക്കൊരു 4 കാലെടുത്ത് വെച്ചാൽ അത് എനിക്ക് അവിടെ ചെല്ലും. ഒരു 3 മിനിറ്റ് ആവശ്യമുള്ളൂ. രാവിലെ വെളുപ്പിന് ഒരു 5:30 തൊട്ട് നല്ല ഭക്തനെ കേൾക്കാം. എന്തോ രസമെന്നറിയാമോ. പക്ഷെ അതിനേക്കാൾ ഇത് കൊള്ളാം കേട്ടോ. എന്തായാലും ഇപ്പം 2 ടീംസ് ഉണ്ട്. ഒരു ടീംസ് അമ്മ എന്തായാലും അടുക്കളയൊക്കെ ജോലി ചെയ്യുന്ന കൂട്ടുകാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ചാനലിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഒരു പാട്ട് തന്നെ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുമ്പം ചോദിക്കും, എന്താ മോനെ എന്താണ് കുട്ടാ ഒരു ഭക്തിനെ വീണ്ടും വീണ്ടും നീ കേട്ടോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. വേറെ ടീംസ് ഒരു ഭക്തിയുടെ മാർഗത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടും കൊണ്ടും കൊള്ളാം, സംഭവം കൊള്ളാം. എന്തായാലും ഇനി എന്തോ ഇൻസ്റ്റവിന് മാങ്ങേറിയ വെച്ചേക്കുമല്ലോ, വരട്ടെന്ന് അടുത്ത ട്രെയിനിങ് വരട്ടെ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെന്തായാലും ഇഷ്ടപ്പെട്ട ഭാഗം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത തവണ ഇതുപോലെ ഞാൻ ഫസ്റ്റ് ടൈം ഇട്ട്, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ഇൻസ്റ്റാലെ അടുത്ത എന്തെങ്കിലും ട്രെൻഡിങ് വരുമ്പോൾ എന്തായാലും ഞാൻ ഇടാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പം 635 സബ്സ്ക്രിപ്ഷൻ കറൻ്റ്ലി ആയി. I am waiting for 1K subscription. Okay, അപ്പം so guys, I want your all support and everything. Okay, അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. See you soon. Bye. Love you all.